ജീവിതത്തിലും മക്കളിലും പരമ്പരയിലും ദാമ്പത്തിക ജീവിതത്തിലും അള്ളാഹുവിന്റെ പ്രിയപ്പെട്ടവരെ ബറക്കത്ത് നൽകുന്ന ആയത്തേതാ? അള്ളാഹുവിന്റെ പരിശുദ്ധമാക്കപ്പെട്ട ഖുർആനിലൂടെ അള്ളാഹ് എന്റെ പ്രിയമുള്ളവരെ പറയുന്നു, ഉസ്താദേ 6 കൊല്ലമായല്ലോ, ഉസ്താദേ 7 കൊല്ലമായല്ലോ, ഉസ്താദേ 20 കൊല്ലമായല്ലോ, മക്കളില്ല, ചെയ്യുമോ? ഏതെല്ലാ സ്ഥലങ്ങളിൽ നിന്ന് പ്രിയമുള്ളവരെ വാങ്ങിനു പോയാൽ പല സഹോദരങ്ങൾ പറയുന്ന പരാതിയാ, കുടുംബ ജീവിതത്തിൽ ബറക്കത്തില്ല, കുടുംബ ജീവിതത്തിൽ സന്തോഷമില്ല, കുടുംബ ജീവിതത്തിൽ റാഹത്തില്ല എന്ന് പറയുന്നവരോട് പറയുകയാ, ആയത്തേതാ ആയതാ എഴുതിയെടുക്കാൻ കഴിയുന്നവരതാ എഴുതിയെടുക്കുക, കാണാപ്പാടം പഠിക്കാൻ പറ്റുന്നവരെ പഠിച്ചുകൊള്ളുക, ചോദിച്ചു പഠിക്കാൻ പറ്റുന്നവരെ പഠിച്ചുകൊള്ളുക. ഏതെന്നറിയോ? 6000-ഓളം ആയത്തുകളുള്ള അല്ലാഹുവിന്റെ ഖുർആന, 25ഓളം പ്രവാചകന്മാരുടെ ചരിത്രങ്ങൾ പറയുന്ന 114 സൂറത്തുകളുള്ള ഒരുപാട് കഥകളുള്ള ഒരുപാട് വിധികളുള്ള അല്ലാഹുവിന്റെ ഖുർആനിലൂടെ അല്ലാഹു പറയുകയാ, റബ്ബനാ ഹബ് ലനാ മിൻ അസ്വാജിനാ وذرياتنا قرة أعين واجعلنا للمتقين إماما. ഈ പറയുന്ന ആയത്തുണ്ടല്ലോ, ഈ പറയുന്ന ദുആയുണ്ടല്ലോ, ആരെങ്കിലും ദുആ ചെയ്താ അവന്റെ കുടുംബ ജീവിതത്തിലോ അവന്റെ ദാമ്പത്തിക ജീവിതത്തിലോ അവന്റെ പരമ്പരയിലോ അല്ലാഹു ബറക്കത്ത് തരുന്നതോ. അതുകൊണ്ട് പ്രിയമുള്ളവരോട് പറയുകയാ, ദുആ ചെയ്യുന്നവരാരോ, ദുആ ചെയ്യുന്നവരാരോ, കരഞ്ഞുകൊണ്ട് ദുആ ചെയ്യുന്നവരാരാ? അദ്ദുആഉ അഖിബസ്സലാ, നമസ്കാരത്തിന് ശേഷവുമല്ലോ ആരെങ്കിലും ഒരാൾ ദുആ ചെയ്ത് കഴിഞ്ഞാൽ അവരുടെ ദുനിയാവന്റെ പ്രിയമുള്ളവരെ, അവരുടെ ആഖിറവന്റെ പ്രിയമുള്ളവരെ വിജയിക്കുന്നതാ. അതാ ഇവിടെ ഇരിക്കുന്ന പാവങ്ങളുടെ ദാമ്പത്തിക ജീവിതത്തിന് ബറക്കത്ത് കൊടുക്കണേ അല്ലാ, സമാധാനം കൊടുക്കണേ അല്ലാ. ربنا هب لنا من ازواجنا وذرياتنا قرة اعين واجعلنا للمتقين اماما. ഈ ആയത്ത് നമ്മുടെ ഉസ്താദന്മാർ 5 വഖത്തിന് ശേഷം ദുആരക്കുമ്പോഴും അപ്പോഴും നമ്മൾ മുക്കി തോണ്ടി, ചെവി തോണ്ടി, കാലി തോണ്ടി, മാന്തി അതും ഇതും മജ്ലിസിന്റെ കൂടെ ചോറ് നോക്കി നമ്മൾ ഇരുന്നു. ഞാൻ നിങ്ങളോട് പറയാ, ആരാണോ നമസ്കാരത്തിന് ശേഷം ഉടനെ ദുആ ചെയ്യുന്നവരാരാ? അവരുടെ ദുആക്ക് ഇജാബത്ത് ഉണ്ട്. നബിയിന മുഹമ്മദ് മുസ്തഫ. ചില ഉമ്മമാരുടെ നിസ്കാര കുപ്പായം കണ്ടു കഴിഞ്ഞാല് ഇൻഷുറൻസ് എടുക്കേണ്ട അവസ്ഥ അല്ലാഹു കാത്തിരിക്കുമാറാവട്ടെ, ഈമാൻ നൽകുമാറാവട്ടെ. കാരണം ചില ഉമ്മമാരുടെ നിസ്കാര കുപ്പായം ഈ വുളുവെടുത്ത് നനഞ്ഞ് കരിമ്പനടിച്ചിട്ടുണ്ടാവും, കറുത്ത കളർ വന്നിട്ടുണ്ടാവും, കറുത്ത കളർ വന്നും മഞ്ഞ കളർ വന്ന് തുരുമ്പടിച്ച് ഓട്ടം വീണിട്ടുണ്ടാവും. ഭർത്താവ് വന്നിട്ട് പറയും, അമിന നമുക്ക് നിസ്കാര കുപ്പായം നമുക്കൊന്നും മാറ്റല്ലേ? അപ്പോഴും താത്താമാര് പറയുന്നൊരു കാര്യമുണ്ട്, ഇനിയും മച്ചാൽ 5 കൊല്ലം കൂടി ഓടും, അത് കഴിഞ്ഞിട്ട് മാറ്റാം. എന്താ പറയണേ? ഈ ചില ആളുകളൊക്കെ ഉണ്ട്, ലക്ഷങ്ങൾ കൊടുത്ത് വണ്ടി വാങ്ങിച്ചിട്ട് ഈ ചങ്ങാതിയുടെ ടയർ നോക്കിക്കഴിഞ്ഞാൽ പഠിച്ചവനെ ടയർ മുട്ടയായിരിക്കും, ടയറിന്റെ അകത്തുള്ള 4 വരെ പുറത്തു വന്നിട്ടുണ്ടാവും. ഇത് ഈ ബീച്ച് റോഡിൽ കൂടെ ഓടിച്ചാൽ പറയാ വേണ്ട, വണ്ടി പഞ്ചർ അല്ലാഹു കാത്തിരിക്കട്ടെ, അല്ലാഹു ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ഞാൻ നിങ്ങളുടെ സ്നേഹത്തിന് പറയാ, വെള്ള വസ്ത്രം ഉപയോഗിച്ചുകൊണ്ട് ദുആ ചെയ്തോ, ദുആക്ക് ഇജാബത്ത് ഉണ്ടെന്ന് നബിയിന മുഹമ്മദ് മുസ്തഫ. എല്ലാ സ്ഥലത്തും അതിനു മുമ്പ് പറയാറുള്ള കാര്യമാണ്, നിസ്കാര കുപ്പായം നമ്മൾ ശ്രദ്ധിക്കണം. ശ്രദ്ധിച്ചില്ല വല്ലാത്ത പ്രയാസ. നമ്മൾ ഇങ്ങനെ നിസ്കരിക്കും, ചിലപ്പോ നമ്മുടെ നിസ്കാരം പോലും ശരിയാകൂല, അല്ലാഹു കാത്തിരിക്കട്ടെ. ചില ഉമ്മമാരുണ്ട്, റബ്ബേ തുന്നിയിട്ട് തുന്നാൻ സ്ഥലം ഉണ്ടാവില്ല. ഈ നിസ്കാര കുപ്പായം കീറും, അവിടെ തുന്നും, അപ്പൊ അപ്പുറത്ത് പോകും, അപ്പുറത്ത് തുന്നും, ഇപ്പുറത്ത് പോകും, ഇപ്പുറത്ത് തുന്നും, അവസാനം 100 മാത്രം ഉണ്ടാവും. അല്ലാഹു കാത്തിരിക്കുമാറാവട്ടെ, ഈമാൻ നൽകി അനുഗ്രഹിക്കും. ഞാൻ ചോദിക്കട്ടെ, നമ്മുടെ വീട്ടില് നിസ്കാരം കഴിഞ്ഞിട്ട് നമ്മുടെ എത്ര ഉമ്മമാരുണ്ട് നിസ്കാര കുപ്പായം ഒരു കൊളുത്തില്, ഒരു ഹാങ്കറിൽ അല്ലെങ്കിൽ മടക്കി വൃത്തിയാക്കി സൂക്ഷിക്കണം എത്ര ഉമ്മമാര് നമ്മുടെ വീട്ടിലുണ്ട്? ഇന്ന് മിക്ക ആളുകളും ചെയ്യണം എന്താ, ഈ നിസ്കാരം കഴിഞ്ഞിട്ട് നിസ്കാര കുപ്പായം, മക്കന, ഈ നീളക്കുപ്പായം, ഈ മുണ്ട്, ഇതെല്ലാം കൂടിയിട്ട് ഈ പൊറോട്ടയുടെ മൈദ കുഴക്കണത് പോലെ ഒരു കുഴക്കലുണ്ട്, എല്ലാം കൂടി എടുത്ത് കൂട്ടിയിട്ട് മിക്സ് ആക്കിയിട്ട് എന്ത് ചെയ്യും? പൊറോട്ടയുടെ മൈദ കുഴക്കണത് പോലെ ഒരു കുഴക്കും. എന്നിട്ട് എന്ത് ചെയ്യും?
حمدا كثيرا طيبا مباركا فيه على كل حال وحمدا بقدر كمالك وعظمة ذاتك دائما بدوام ملكك يا الله. ഇതാണ് ഹംദ്. ഇനി ഇങ്ങനെ പറയാൻ അറിയില്ല, അപ്പൊ എന്ത് പറയണം? അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ ഹംദൻ യുവാഫി നിഅമഹു വയുകാഫി മസീദാ. ഇങ്ങനെ ഹംദ് എന്ത് ചെയ്യണം? ആദ്യം പറയണം. പറയില്ലേ, ദുആ ചെയ്യുന്നതിന്റെ തുടക്കത്തിൽ ഹംദ് പറയണം. രണ്ടെന്താ പറയണ്ടേ? സ്വലാത്ത് ഇടണം. അങ്ങനെ സ്വലാത്ത് ഇടണ്ടേ? അല്ലാഹുമ്മ സല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിനാ വമൗലാനാ മുഹമ്മദ്. ഇതാണ് സ്വലാത്ത്. നിങ്ങൾക്ക് അറിയുന്ന രീതിയിൽ എന്ത് ചെയ്യാം സ്വലാത്തിൽ. അപ്പൊ ഒന്നേതാ? ദുആ സ്വീകരിക്കണമെങ്കിൽ തുടക്കത്തിൽ പാലിക്കേണ്ട നിബന്ധന എന്താ? ഹംദ് പറയണം. രണ്ടേതാ? സ്വലാത്ത് ഇടണം. മൂന്നാമത്തേതേതാ? മഹാന്മാരാകുന്ന പണ്ഡിതന്മാരെന്റെ പ്രിയമുള്ളവരെ പറയുകയാ, ദുആ ചെയ്യുമ്പോ നിങ്ങളുടെ ദുആ സ്വീകരിക്കണമെങ്കിൽ ദുആയിലെ കൊണ്ടുവരേണ്ട മൂന്നാമത്തെ നിബന്ധന ഏതെന്നറിയോ? മാതാപിതാക്കൾക്ക് വേണ്ടി ദുആ ചെയ്യുന്നവരാരാ? വാപ്പാക്ക് വേണ്ടി ദുആ ചെയ്യുന്നവരാരാ? ഉമ്മാക്ക് വേണ്ടി ദുആ ചെയ്യുന്നവരാരാ? ഉസ്താദന്മാർക്ക് വേണ്ടി ദുആ ചെയ്യുന്നവരാരാ? അവർക്ക് വേണ്ടി ദുആ ചെയ്യാതെ എന്റെ പ്രിയമുള്ളവരെ അവരുടെ ദുആയില്ലല്ലോ അല്ലാഹു ഖബൂലാക്കൂല, അല്ലാഹു സ്വീകരിക്കൂല. അതുകൊണ്ട് പ്രിയമുള്ളവരോട് പറയുകയാ, ഈ കാണുന്ന പള്ളിയിലേക്ക് കടന്നു വരുന്നവരെ, അവിടെ നിന്ന് ദുആ ചെയ്യുന്നവരെ, നിങ്ങളുടെ ദുആ സ്വീകരിക്കണമെങ്കിൽ 3 നിബന്ധനകളുണ്ടല്ലോ, പാലിക്കാൻ കഴിവില്ലടാ. ആദ്യത്തത് ഹംദാ, രണ്ടാമത്തത് സ്വലാത്താ, മൂന്നാമത്തതുണ്ടല്ലോ അത് മാതാപിതാക്കളോ അത് ഗുരുനാഥന്മാർക്ക് വേണ്ടി ദുആ ചെയ്യലാ. 3 വാപ്പ ഉമ്മ പഠിപ്പിച്ച ഗുരുനാഥന്മാര്, അവർക്ക് വേണ്ടി ദുആ ചെയ്യാതെ അവരുടെ ദുആ എന്റെ പ്രിയപ്പെട്ടവർ സ്വീകരിക്കില്ല. അതുകൊണ്ടാണ് നമ്മൾ ഉസ്താദുമാർ ദുആ ഇറക്കണേ. അല്ലാഹുമ്മ റബ്ബന ഗ്ഫിർ ലനാ വർഹംനാ ولوالدينا ولأساتذتنا ولمشايخنا ولمن عاننا ولجميع المؤمنين والمؤمنات. ഈ അറബിയിൽ ദ്വാരക്കണം. ഞങ്ങളുടെ മശായിഖന്മാർക്ക്, ഞങ്ങളുടെ ഉസ്താദന്മാർക്ക്, ഞങ്ങളുടെ മാതാപിതാക്കൾക്ക്, ഞങ്ങളെ സ്നേഹിച്ചവര്, സഹായിച്ചവര്, സഹകരിച്ചവര്, ഞങ്ങളുടെ നാട്ടുകാർ സർവർക്കും പഠിച്ചവനെ നീ പുറത്തു കൊടുക്കണേ അല്ലാ എന്ന് പറഞ്ഞ് ദുആ ചെയ്യാതെ നമ്മുടെ ദുആ എന്റെ പ്രിയപ്പെട്ടവരെ സ്വീകരിക്കില്ല. അതാ പറയണേ, നമസ്കാരത്തിന് ശേഷം ഉടനെ ദുആ ചെയ്യുന്നവരാരാ? അവരുടെ ദുആക്ക് എന്റെ പ്രിയപ്പെട്ടവർ ഇജാബത്തുണ്ടെന്ന് നബിയുനാ മുഹമ്മദ് മുസ്തഫ.